വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അതിലെ മൂന്നാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അവിടെ അഫാന്റെ സഹോദരൻ, പെൺസുഹൃത്ത് എന്നിവരെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ആ കുറ്റപത്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിന്റെ വിശദാംശം കൂടി പെട്ടെന്ന് തേടാം. അവിടെ ഷഫീദ് റാവുത്തർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ അഫാന്റെ സഹോദരൻ, പെൺസുഹൃത്ത് ഇവരെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം, അത് മൂന്നാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുകയാണ് കോടതിയിൽ. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്ത് കാരണത്താൽ ഈ കൊലപാതകം നടത്തി എന്നൊക്കെ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ടോ? പ്രജനി, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഒരു പക്ഷേ കേരളം ഏറ്റവും കൂടുതൽ വേദനയോടെ കേട്ട രണ്ട് കൊലപാതകങ്ങൾ, അത് മറ്റ് കൊലപാതകങ്ങളെ പോലെ തന്നെ വലിയ വേദനയിൽ കേട്ട രണ്ട് കൊലപാതകങ്ങളായിരുന്നു. അഫാന്റെ സഹോദരനായിട്ടുള്ള അഫ്സാനെയും 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള അഫ്സാനെയും അതേപോലെ തന്നെ പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനെയും കൊലപ്പെടുത്തിയ കാര്യം ഈ കൊലപാതക പരമ്പരയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായി പോലീസ് കണ്ടതും ഈ കേസിനെയാണ്. ഈ കേസിലാണിപ്പോൾ കുറ്റപത്രം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 സമർപ്പിച്ചിട്ടുള്ളത്. ഇതോടുകൂടി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ 3 കുറ്റപത്രങ്ങളും പോലീസ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി വിചാരണയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അഫാൻ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം ജയിലിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ചികിത്സയിലാണ്. നേരത്തെ ഈ അഫാന്റെ മാതാവായിട്ടുള്ള സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസും അതേപോലെ തന്നെ അഫാന്റെ പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസും കുറ്റപത്രം നൽകിയിരുന്നു. ഇപ്പോൾ ഈ സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 130 സാക്ഷികൾ, 170 തൊണ്ടിമുതലുകൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിൽ ഈ സഹോദരനെ കൊലപ്പെടുത്താനുള്ള കാരണമായി കുറ്റപത്രത്തിൽ പറയുന്നത് അത് ഈ അഫാന് വലിയ സാമ്പത്തിക ബാധ്യതയും അതിനെ തുടർന്ന് കടുത്ത നിരാശയും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ആത്മഹത്യയെക്കുറിച്ച് അഫാൻ ചിന്തിച്ചിരുന്നു. മാതാവിനെ ഇപ്പോൾ ഈ ആക്രമണത്തിൽ നിന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മാതാവ് ഷെമിയെയും അതേപോലെ സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്കാണ് അഫാൻ ശ്രമിച്ചത് എന്നുള്ളത് കുറ്റപത്രത്തിൽ പറയുന്നത്. അതൊരു പുതിയ വിവരമാണ്. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നുണ്ട്. ആ വൈരാഗ്യമാണ് കൊലപാതക കാരണം. ആ വൈരാഗ്യത്തിലേക്ക് നയിച്ചത് ഈ അഫാൻ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഫർസാനയോട് ഈ സ്വർണം പണയം വെക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു. മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് ശേഷം ഫർസാന ഈ സ്വർണം തിരികെ എടുത്ത് നൽകണമെന്ന് അഫാനോട് നിരന്തരം ആവശ്യപ്പെട്ടു. ഇതിൽ മൂലം അഫാന് വൈരാഗ്യമുണ്ടായി എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഏതായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ മുഴുവൻ കുറ്റപത്രവും ഇപ്പോൾ കോടതിക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ വിചാരണ മാത്രമാണ് തുടർ നീക്കം. യെസ്, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഷഫീദ് പങ്കുവച്ചത്. അങ്ങനെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ എല്ലാ കുറ്റപത്രങ്ങളും ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു. ഇനി വിചാരണ എപ്പോൾ തുടങ്ങും? അത്തരം കാര്യങ്ങളിലാണ് ഇനി കാത്തിരിപ്പുള്ളത്.